മെറ്റന മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഡെലിവറൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 9 പോയിൻറ്റ്സ് പില്ലേഴ്സിനെ കുറിച്ചാണ് കഴിഞ്ഞ 50 എപ്പിസോഡുകളിലായിട്ട് നിങ്ങളോട് പറഞ്ഞത്. അത് അറ്റൻഡ് ചെയ്തിട്ട് ശേഷം മാത്രം നിങ്ങൾ ഈ വരുന്ന മെസ്സേജസ് അറ്റൻഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഇനിയുള്ള 20 എപ്പിസോഡുകളും ഇനി ഉണ്ടാവും. ഈ 20 എപ്പിസോഡുകളിലും ഒരു വലിയ റിലീസ്, ദൈവത്തിൻ്റെ ചില റിലീസ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ വരും. ചില എക്സാമ്പിൾസും ഒക്കെ ഇതിനകത്ത് കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. ഫീൽഡ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് ഫീൽഡിൽ നിന്നുള്ള ചില എക്സ്പീരിയൻസസും എല്ലാം ഇതിനകത്ത് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് ഒരു എൻകറേജിങ് ആയി തീരുവാനായിട്ടാണ് ഇന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് പ്രാർത്ഥനയോടുകൂടി ഇത് അറ്റൻഡ് ചെയ്യണമേ എന്ന് പ്രത്യേകം നിങ്ങളോട് അപേക്ഷിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമ്മൾ ഈ ആഴ്ച ഞായറാഴ്ച രാത്രി 9 തൊട്ടുള്ള സമയങ്ങളിൽ ലൈവായിട്ട് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാനായിട്ടുള്ള സമയമായിട്ട് എടുക്കുന്നുണ്ട്. എന്നെ കൂടാതെ ചില ദൈവദാസന്മാരും കൂടി ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് കൂടുന്നുണ്ട്. അന്നേരം അതിൽ നിങ്ങളുടെ പ്രയർ റിക്വസ്റ്റുകൾ പ്രാർത്ഥിക്കുകയും ദൈവജനത്തിൽ നിന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ചുരുക്കമായിട്ട് 1 മണിക്കൂർ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സാപ്പ് നമ്പറിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ അയച്ചു തന്നാൽ നിങ്ങളെ ആ ലിങ്കിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. ഇത് ശരിക്കും ഒരു പബ്ലിക്കായിട്ട് ഓപ്പൺ ആക്കാതെ ഇത് പ്രൈവറ്റായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ചില ആളുകൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത് എല്ലാവർക്കും അങ്ങനെ ഷെയർ ചെയ്യാതെ, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആ വാട്സാപ്പ് നമ്പർ നിങ്ങൾ ഷെയർ ചെയ്താൽ നിങ്ങളെ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. ഒരുപാട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥനയിലൊക്കെ ഒരുപാട് വിടുതൽ വന്ന എക്സാമ്പിൾസൊക്കെ ഒരുപാടുണ്ട്. ഇന്നും അത് ചില കേസുകൾ ഉപവാസത്തോടിരുന്ന് ഞങ്ങളുടെ ടീം പ്രാർത്ഥിക്കുകയും അതിൽ നിന്നൊക്കെ ദൈവം വിടുവിക്കുകയൊക്കെ ചെയ്ത അനുഭവങ്ങൾ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യങ്ങൾ ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മുടെ മനസ്സ് വ്യാപരിക്കുന്ന ഏരിയകളുമാണ് നമ്മൾ കൂടുതലും ചിന്തിക്കുന്നത്. അതിൽ നിന്നും ഡെലിവറൻസ് ആവശ്യമാണ്. ഇല്ലെങ്കിൽ നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര പലപ്പോഴും പ്രയാസമായിത്തീരും. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ വ്യഗ്രത കാണിക്കേണ്ടത് ദൈവത്തിൻ്റെ പ്രസൻസിൽ നമ്മളിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തേണ്ടത്. അതുകൊണ്ട് ഞാൻ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലിരിക്കാനും പ്രാർത്ഥിക്കാനും ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ ശ്രദ്ധിച്ചാൽ അവിടെയൊക്കെ നിങ്ങളുടെ ജീവിതങ്ങളിൽ വലിയ ഡെലിവറൻസ് വന്നു ചേരും. കൊലോസ്യർക്ക് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ഞാനിപ്പോഴേ വായിക്കും. കൊലോസ്യർ 3:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തുന്നിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പി, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പി. നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോട് തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പി. ഇവിടെ നമ്മൾ ഇന്ന് മെയിനായിട്ട് ചിന്തിക്കുന്ന, ഇന്നും തീർന്നില്ലെങ്കിൽ അടുത്തൊരു എപ്പിസോഡും കൂടി നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലുള്ള സ്വാതന്ത്ര്യവും റിലീസിനെ കുറിച്ചുമാണ് ചിന്തിക്കുന്നത്. ചിന്താമണ്ഡലങ്ങളിൽ നമ്മൾ പല കാര്യങ്ങൾ ചിന്തിക്കുകയും പല കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നത് ദൈവവചനപ്രകാരം ചില കാര്യങ്ങളൊക്കെ തെറ്റാണ്. ചില കാര്യങ്ങളിലൊക്കെ ചില കെട്ടുകൾ അകപ്പെട്ടിട്ടുണ്ട് എന്ന് നമ്മൾ മറന്നുപോകും. അതുകൊണ്ട് ദൈവവചനം എന്താണ് പറയുന്നത്, ദൈവവചനത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുകയും അത് നമ്മൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമായിട്ട് അടുത്ത 2 എപ്പിസോഡ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഇവിടെ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്ന 2 കാര്യങ്ങൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഒന്ന്, നിങ്ങളുടെ സ്റ്റാറ്റസ് പുതിയ സ്റ്റാറ്റസാണ്. ഇപ്പോൾ ഈ സ്റ്റാറ്റസ് ഇടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറയാമല്ലോ. ഇപ്പോൾ ഈ ഫേസ്ബുക്കും യൂട്യൂബും ഒക്കെ ഉള്ളതുകൊണ്ട് സ്റ്റാറ്റസ് എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക എന്നുള്ള ആദ്യത്തെ വാക്യം പറയുന്നു. രണ്ടാമത്തെ വാക്യത്തിൽ ഉയരത്തിലുള്ളത് ചിന്തിക്കുക എന്ന് പറയും.
ഉയരത്തിലുള്ളത് അന്വേഷിക്കുക, ഉയരത്തിലുള്ളത് ചിന്തിക്കുക. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നും 1-ാം വാക്യത്തിൽ പറയുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നവർ ആകുന്നു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവർ എങ്കിൽ നിങ്ങളുടെ പൊസിഷൻ ഇപ്പോഴേ ഇവിടെയല്ല, ഉയരത്തിലാണ്. കൊലോസ്യർ 2:12 ഇത് പറയുന്നുണ്ട്. സ്നാനത്താൽ നിങ്ങൾ അവനോട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു. ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം. സ്നാനത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ മരിക്കുന്നു, നിങ്ങൾ അടക്കുന്നു, വെള്ളത്തിൽ നിങ്ങൾ അടക്കുന്നു, നിങ്ങൾ അവിടെ നിന്നൊരു പുതിയ സൃഷ്ടിയായി ഉയർത്തെഴുന്നേൽക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോഴേ നിങ്ങളുടെ പഴയ മനുഷ്യൻ മരിച്ചു. അതാണ് വിശ്വസിക്കുന്നത്, മരിച്ചു. എന്നാൽ മരിച്ചിട്ടില്ല, പലരും മരിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ പറയുന്നത് സ്നാനപ്പെടുന്നവർ വരെ നരകത്തിൽ കാണുമെന്ന് പറയുന്ന കാര്യം. അതുകൊണ്ടാണ് സ്നാനപ്പെട്ടവരെങ്ങനെ ബ്രദറെ നരകത്തിൽ വരുന്നതെന്നൊക്കെ നിങ്ങൾ ചോദിക്കും. അത് വരുന്ന കാര്യം പലരും മരിച്ചിട്ടില്ല, മരിക്കാതെ കുഴിച്ചിടപ്പെട്ടിരിക്കുക. മരിക്കാതെ കുഴിച്ചിടപ്പെട്ട് കഴിഞ്ഞാൽ ഉയർക്കുന്നത് പുതിയ ജീവനല്ല, ആ പഴയ ആൾ തന്നെ എഴുന്നേറ്റ് വരുന്നത്. കുറച്ച് നേരം ബോധക്കേട് നിന്ന് അവിടെ കിടന്ന് പിന്നെ നമ്മുടെ നാടൻ ഭാഷ പറയാൻ മാന്തി എഴുന്നേൽപ്പിക്കുമ്പോൾ പുതിയ ഒരു സൃഷ്ടിയായിട്ടല്ല ഉയർക്കുക, പഴയ ആളായിട്ട് തന്നെ. അത് ഉയർത്തെഴുന്നേറ്റവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ഉയരത്തിലുള്ളത് അന്വേഷിക്കുക. പഴയ മനുഷ്യൻ്റെ സ്വഭാവം മുഴുവനായിട്ട് മാറി, പുതിയ മനുഷ്യനാണ് നിങ്ങൾ. എഫേസ്യർ 2:6 നമ്മുടെ പൊസിഷനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. നിങ്ങളെ അവിടെ ഇരുത്തിയിരിക്കുന്നത്, അതായത് കർത്താവിൻ്റെ വലത്തുഭാഗത്ത് നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു എന്നാണ്. ഇരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ? ഇരുത്തുന്നു എന്നല്ല, ഇരുത്തും എന്നുമല്ല. ഇരുത്തുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ഇരുത്തും എന്നുമല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതൊക്കെ എന്ത് മീനിങ് ആണുള്ളത്. ഇരുത്തിയിരിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ശരിക്കും ജനുവിനായിട്ട് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തുന്നേറ്റുവാണെങ്കിൽ നിങ്ങളെ ഇരുത്തിയിരിക്കുന്നു. അല്ല നിങ്ങൾ സ്യൂഡോ ആയിട്ട് ആരാണ്ടൊക്കെ എന്തോ പറഞ്ഞു, ഞാനങ്ങ് വിശ്വസിച്ചു, എന്തോ പോയി സ്നാനപ്പെട്ടു, ഞാൻ എൻ്റെ പഴയ ജീവിതത്തിൽ തന്നെ പോയിരിക്കുന്നതെങ്കിൽ അവിടെ ഇരുത്തിയിരിക്കുന്നു എന്ന് പറയാനായിട്ട് പറ്റാത്തൊരു സ്റ്റേജാണ്. കാരണം കൊണപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് എന്താ അങ്ങനെയുള്ളവരെ കുറിച്ച് എന്താ പറയുന്നത്? ഇതിനകത്ത് 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പഴയ മനുഷ്യൻ്റെ സ്വഭാവം ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇതൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് അതിനെയൊക്കെ ഉരിഞ്ഞു കളഞ്ഞ്, ഇതെല്ലാം ഉരിഞ്ഞു കളയണം. ഇതെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ മാറി നിങ്ങൾ ഉയരത്തിലുള്ളതിനെക്കുറിച്ച് ചിന്തിക്കും, ഉയരത്തിനെക്കുറിച്ച് അന്വേഷിക്കും. സങ്കീർത്തനം 53:2 ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രനെ നോക്കുന്നു. നോക്കിയേ ഒരു വാക്യം, ദൈവത്തെ അന്വേഷിക്കുന്ന ആരാണ്? ബുദ്ധിമാനാണ്. അല്ല വലിയ ISROയിലെ വർക്ക് ചെയ്തിട്ട് ചൊവ്വാഗ്രഹത്തിലേക്ക് സാറ്റലൈറ്റിനെ അയക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയല്ല ഇവിടെ ബുദ്ധിമാൻ എന്ന് വിളിച്ചിരിക്കുന്നത്. ഇവിടെ ബുദ്ധിമാൻ എന്ന് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കുന്നവരെയാണ് ബുദ്ധിമാൻ എന്ന് പറയുന്നത്. അത് നിങ്ങളും ഞാനും ദൈവത്തെ അന്വേഷിക്കുകയാണോ എങ്കിൽ നിങ്ങളെ ദൈവം ബുദ്ധിമാൻ എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളെ വേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ മേളിൽ വന്നു ചേരും. അതുകൊണ്ട് ദൈവത്തെ അന്വേഷിക്കുക എന്നുള്ള ദൈവം എവിടെ ഇരിക്കുന്നത്? നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവം ഉയരത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഉയരത്തിൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ? ആകാശത്തോട്ട് നോക്കുക. യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തപ്പം മേലോട്ട് ആകാശത്തിലോട്ട് എല്ലാവരും നോക്കി നിന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യേശുക്രിസ്തു തിരിച്ചു വരുന്നതും ആകാശത്തിലൂടെയാണ്. അതിൽ സ്വർഗോന്നത മണ്ഡലം എന്നൊക്കെ പറയുന്ന ആകാശത്തിലാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ഇവിടെ ദൈവത്തെ അന്വേഷിക്കുന്ന എന്ന് പറയുമ്പോൾ, ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിൻ്റെ പ്രസൻസ് എല്ലായിടും ഉണ്ട്. നമ്മൾ അത് മറന്നു പോകരുത്. നമ്മുടെ ഹൃദയത്തിൽ ദൈവം യേശുക്രിസ്തു വസിക്കുന്നു, പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ പ്രസൻസ് എല്ലായിടും ഉണ്ട്. ദൈവം എല്ലാം കാണുന്നു. അതുകൊണ്ടാണ് ദൈവം
മനുഷ്യനെ സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കണം. അവിടെ ദൈവം എല്ലാം കാണുന്നുണ്ട്. അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. സങ്കീർത്തനം 70:4 പറയുന്നത്, നിന്നെ അന്വേഷിക്കുന്നവരൊക്കെയും നിന്നിൽ ആനന്ദിച്ച് സന്തോഷിക്കട്ടെ. അപ്പോൾ ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവത്തിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും. ഇന്ന് ഭയങ്കര നെടുവീർപ്പ്, നിരാശ, പ്രതികൂലം ഒക്കെയാണ് നമ്മുടെ ജീവിതങ്ങളിൽ. അതുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത്, ദൈവവചനം, ദൈവത്തിൽ ആനന്ദിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവവചനം കിട്ടിയാലുള്ള ആനന്ദമാണ്. ദൈവം പറഞ്ഞതൊക്കെ എവിടെ ഉള്ളത്? ദൈവത്തിൻ്റെ വചനത്തിലാണ് ഉള്ളത്. അത് ദൈവവചനത്തിൽ ആനന്ദിക്കുക. നമ്മൾ ആ പില്ലറിനകത്ത് പറഞ്ഞ ദൈവവചനം നമുക്കൊരു പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്, ദൈവവചനം, ദൈവവചനത്തിൽ ആനന്ദിക്കുക. യോബ് ദൈവത്തിൻ്റെ വചനത്തെ തൻ്റെ ആഹാരത്തെക്കാൾ അധികമായി വലുതായി സൂക്ഷിക്കുന്നതായിട്ട് പറയുന്നു. അതുകൊണ്ട് കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് വലിയ സന്തോഷമാണ്. കർത്താവിനെ ആരന്വേഷിക്കുന്നു? കർത്താവിനെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ ആരന്വേഷിക്കുന്നു അവർക്ക് കർത്താവിനെ എങ്ങനെ അന്വേഷിക്കുന്നത്? നമ്മുടെ പ്രാർത്ഥനയിൽ കൂടി, നമ്മുടെ ഉപവാസത്തിൽ കൂടി, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുന്നതിൽ കൂടി, ദൈവവചനം പഠിക്കുന്നതിൽ കൂടി, അതനുസരിക്കുന്നതിൽ കൂടിയാണ് കർത്താവിനെ നമ്മൾ അന്വേഷിക്കുന്നത്. കർത്താവിൻ്റെ ചിന്തകൾ നമ്മളുടെ ചിന്തകളായിത്തീരുന്നത്. നമ്മുടെ ഇന്നത്തെ ഹെഡിങ് എന്താണ്? ചിന്താമണ്ഡലങ്ങളെ നമ്മൾ പൊട്ടിക്കുന്ന ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരം അതിൽ വരാനായിട്ട്. അതുകൊണ്ട് ഉയരത്തിലുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുക. പഴയ നിയമത്തിലെ 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, അതിലിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവിടെ പാപം ക്ഷമിച്ച് അവിടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ഇവിടെ എൻ്റെ മുഖം അന്വേഷിച്ചു, തങ്ങളെ തന്നെ താഴ്ത്തി എൻ്റെ മുഖം അന്വേഷിക്കുന്നവരെ തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയും, സ്വർഗത്തിൽ നിന്ന് കേൾക്കും. ആരാണ്? ദൈവം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ ഇരിക്കുന്നതിൻ്റെ കാര്യം നമ്മളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തെ അന്വേഷിക്കാത്തതുകൊണ്ടും ദുർമാർഗങ്ങളെ വിട്ടുകളയാത്തത് കൊണ്ടുമാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് ദുർമാർഗം ഓട്ടോമാറ്റിക്കായിട്ട് അവരിൽ നിന്ന് വിട്ടുപോകും. ദൈവത്തെ അന്വേഷിക്കണം. ഈ ലോകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഉപരിയായിട്ട് ദൈവത്തിൻ്റെ കാര്യങ്ങൾ നമ്മൾ അന്വേഷിക്കണം. പുതിയ നിയമത്തിലെ സക്കായിയെക്കുറിച്ച് നമുക്കറിയാം. സക്കായി യേശുവിനെ അന്വേഷിച്ച് നടന്നു കാണാനായിട്ട്, അല്ലേ? ഉയരം കുറവായിരുന്നു. കാട്ടത്തിമേൽ കയറി അവിടെ നിന്ന് യേശുവിനെ കണ്ടു, അവനോട് പാർക്കണമെന്ന് പറഞ്ഞു. അപ്പോഴും സക്കായിയുടെ ജീവിതത്തിൽ വന്ന വ്യത്യാസം, സക്കായിയോട് ദൈവം പറഞ്ഞില്ല നിൻ്റെ സ്വത്തിൻ്റെ പകുതി ദരിദ്രർക്ക് കൊടുക്കാമെന്ന്, നിൻ്റെ ദുർമാർഗം നിർത്തണമെന്നൊന്നും ദൈവം പറഞ്ഞില്ല. ആകെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഞാൻ നിന്നോട് പാർക്കും, ഈ ഭവനത്തിൽ നിന്ന് രക്ഷ വന്നിരിക്കുമെന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് കർത്താവിനെ കണ്ടപ്പോൾ അവനെല്ലാം അങ്ങോട്ട് പറയുകയായിരുന്നു. എന്തുവായിരുന്നു? ഞാൻ എൻ്റെ സ്വത്ത് പാതി ദരിദ്രർക്ക് കൊടുക്കും, ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതും 4 ഇരട്ടി കൊടുക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ സെൽഫായിട്ടുള്ള തന്നെയുള്ള തിരിച്ചറിവ് അവന് വരികയാണ്. ദുർമാർഗത്തിൽ വസിക്കുന്ന അല്ലെങ്കിൽ ദുഷിച്ച മാർഗങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഉള്ളവർ കേട്ട് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവത്തെ നിങ്ങൾ അന്വേഷിച്ചാൽ, ഉയരത്തിലുള്ള അന്വേഷിച്ചാൽ അവിടെ എല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹം വന്ന് കയറുകയാണ്. ഇവിടെ പറയുകയാണ്, ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദേശത്തിൻ്റെ സൗഖ്യം വരാതെ ഇരിക്കുന്ന കാര്യം നിനക്ക് സൗഖ്യം വരാത്തതുകൊണ്ടാണ്. നിനക്ക് സൗഖ്യം വന്നാൽ ദേശത്തിന് സൗഖ്യം വരും. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നിന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവത്തെ അന്വേഷിക്കുക. അന്വേഷിച്ച് കഴിഞ്ഞാൽ ദൈവം പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരും. നമ്മൾ ഈ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട്, 4-5 വർഷമല്ല, 2010 കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ള സമയങ്ങളിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഈ കോസ്റ്റൽ ഏരിയകളിലും അതുപോലെ കോസ്റ്റൽ ഏരിയ അല്ലാത്തതും
ഇപ്പോഴും മഴക്കാറാണല്ലോ, മഴ സീസണാണല്ലോ. ഈ വർഷം മൺസൂണൊക്കെ നേരത്തെ വന്ന സമയമാണ്. സാധാരണ ജൂലൈ 10 കഴിഞ്ഞ് വരുന്ന, നേരത്തെ വരുന്നത്. നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, കൂടുതൽ സൈക്ലോൺസ്, കൂടുതൽ ആളുനാശം, കൂടുതൽ കൃഷിനാശം, കൂടുതൽ കൊറോണ പോലുള്ള വൈറസസ്, കൂടുതൽ അതിക്രമങ്ങൾ, ഇതെല്ലാം ഈ ദേശത്ത് കാണുന്നില്ലേ? പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് കാണുന്നില്ലേ? അതിനെക്കുറിച്ച് നമ്മൾ വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങളെന്ത് ഡെഫിനിഷൻ പറഞ്ഞാലും ഈ സൈക്ലോൺ കൂടാനൊക്കെ നമ്മൾ സയൻറ്റിഫിക്കായിട്ട് ഒരുപാട് കാര്യം, ഗ്ലോബൽ വാർമിങ് വന്നതാണ്, അത് ഒരുപാട് പൊള്യൂഷൻ വരുന്നു, ഒരുപാട് വണ്ടികളുണ്ട്, അതിൽ നിന്ന് ഇത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കൂടുന്നു എന്നൊക്കെ നമ്മൾ ഒരുപാട് ഡെഫിനിഷനൊക്കെ ഇത്തിരി പറയും, പുല്ലം പറയും. എന്നാൽ ഞാൻ പറയുന്നത്, ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് തൻ്റെ മുഖം ദൈവത്തെ അന്വേഷിക്കാനായിട്ട്, അതുപോലെ ദുർമാർഗങ്ങളെ വിടുവാനായിട്ടൊരു തീരുമാനമെടുത്താൽ, ഒന്നുമില്ല, ഇന്ത്യയിലുള്ള ജനത്തിൻ്റെ ഒരു 10% അങ്ങനെ തീരുമാനമെടുത്താൽ, ഞാൻ ദൈവസന്നിധിയിൽ ഉറപ്പിച്ചു പറയുന്നു, ഈ സംഭവങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഓരോ വർഷം കഴിയും തോറും അതിക്രമവും അധർമ്മവും പെരുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിൽ ദൈവം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെല്ലാം എല്ലാ രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ലോകത്തിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് ലോകത്തിലെല്ലാം ദൈവം പലതരമായിട്ടുള്ള പീഡനങ്ങളും കഷ്ടതകളും പ്രയാസങ്ങളും അയച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പലരും പറയുന്നത് അന്ത്യകാലമാണ്, കർത്താവിൻ്റെ വരവായി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ, ശരിക്കും ദൈവത്തെ അന്വേഷിക്കാതെ, അവരുടെ ചിന്താമണ്ഡലങ്ങളിൽ ദൈവത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ, തങ്ങളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്തി പ്രാർത്ഥിക്കാതെ, ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കാതെ ഇരിക്കുന്നതുകൊണ്ട് ആനന്ദവുമില്ല, സന്തോഷവുമില്ല, എപ്പോഴും ദുഃഖവും പ്രയാസവും നെടുവീർപ്പും കണ്ണുനീരുമാണ്. അത് ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലെ ദൈവത്തെ അന്വേഷിക്കാനുള്ളൊരു തീരുമാനം നമ്മുടെ ചിന്താമണ്ഡലങ്ങളിൽ എടുക്കുക. ഞാനിന്ന് ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിച്ചത്, എൻ്റെ സമയം ഇവിടെ നിന്നുകൊണ്ട് ഈ ഒരു മെസ്സേജ് നമ്മൾ 1-2 എപ്പിസോഡിൽ കണ്ടിന്യൂ ചെയ്യും. നമ്മുടെ ചിന്താമണ്ഡലങ്ങളിലെ ദൈവത്തെ അന്വേഷിക്കാനായിട്ടുള്ള തീരുമാനം നമ്മൾ എടുക്കുക. ബൈബിളിൽ വായിച്ച 2-3 ഭാഗങ്ങൾ ഞാൻ വായിച്ചു. ദൈവത്തെ അന്വേഷിക്കുന്നത് ബുദ്ധിമാനാണ്. ISROയിൽ എഞ്ചിനീയറേക്കായും കൂടുതലായിട്ട് ബുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ അന്വേഷിക്കും. ദൈവത്തെ അന്വേഷിക്കുന്നത് ബുദ്ധിമാനാണ്. അതുമാത്രവുമല്ല, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക് സന്തോഷവും ആനന്ദവും ദൈവം തരുന്നുവെന്ന് നമ്മൾ വായിച്ചു. അതുപോലെ നേരത്തെ പറഞ്ഞു, ഉയരത്തിലുള്ള നിങ്ങൾ അന്വേഷിക്കണം. ഈ ലോകത്തിലുള്ള അന്വേഷിക്കണം, ഉയരത്തിലുള്ള അന്വേഷിക്കുക. ദൈവം ഉയരത്തിലാണല്ലോ. ഇപ്പോഴേ വായിച്ച 2 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിലെ ജനം തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷയിച്ച് അവർക്ക് സൗഖ്യം വരുത്തുമെന്നല്ല എഴുതിയിരിക്കുന്നത്, അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. അവരുടെ ദേശത്തിന് സൗഖ്യം, ഇന്ത്യ രാജ്യത്തിന് സൗഖ്യം വേണമെങ്കിൽ, USA സൗഖ്യം വേണമെങ്കിൽ, USSRന് സൗഖ്യം വേണമെങ്കിൽ ഇതാണ് മാർഗം, അല്ലാതെ വേറെ മാർഗമല്ല. ലോകത്തിൻ്റെ സൗഖ്യം കർത്താവിലേക്ക്, ദൈവത്തിലേക്ക് തിരിയുകയും തങ്ങളെ തന്നെ താഴ്ത്തുകയും ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുകയും ചെയ്യുമ്പോഴേ ഹൃദയത്തിൽ സന്തോഷവും ആനന്ദവും നിരാശയിൽ നിന്നുള്ള മാറ്റവും ഈവൻ പ്രകൃതി പോലും ദൈവം നമുക്ക് ഫേവറായിട്ട് മാറ്റുന്നതായിട്ട് കാണാം. ബൈബിളിൽ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. ഇസാക്കിൻ്റെ എക്സാമ്പിൾ പറയാനായിട്ടുണ്ട്. അതുപോലെ ദാവീദിൻ്റെ എക്സാമ്പിൾസ് പറയാനായിട്ടുണ്ട്. ഒരുപാട് എക്സാമ്പിൾസ് പറയാനായിട്ടുണ്ട്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമുക്ക് ഉത്തരം തരികയും ചെയ്യും. ഇന്ന് നിങ്ങളുടെ ചിന്താമണ്ഡലങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക. നമുക്ക് തീർമാനമായി ചിന്തിക്കാൻ, ഞാനിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കണം. ചില വലിയ റിലീസ് കർത്താവ് നിങ്ങൾക്ക് തരും. ദൈവമായ കർത്താവെ, ഇത് കണ്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ചിന്താമണ്ഡലങ്ങൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കാനായിട്ടാണോ എന്നുള്ളതെന്ന് ഞങ്ങളെ ചിന്തിപ്പാൻ ഇടവരുത്തണമേ. ഞങ്ങൾ പലപ്പോഴും ഈ ഭൂമിയിലുള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്നവരാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവരെ ബുദ്ധിമാൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ അന്വേഷിക്കുന്നവരെ
ദൈവം അവരുടെ പ്രാർത്ഥന കേട്ട് ദേശത്തിന് സൗഖ്യം കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞതൊക്കെ സത്യവും അത് ദൈവത്തിൻ്റെ വചനവുമാവുന്നെന്ന് വിശ്വസിപ്പാൻ ഞങ്ങളെ ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ കാണേണ്ടതുപോലെ കാണുമ്പോഴേ എൻ്റെ ജീവിതത്തിലെ ദുർമാർഗങ്ങളെല്ലാം താനേ വിട്ടുപോകുമെന്ന് സക്കായിയുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. യേശുവിനെ കണ്ടവരൊക്കെ ദൈവത്തെ കാണുകയും ആ ദുർമാർഗങ്ങൾ വിട്ട് ജീവിക്കുകയും ചെയ്തു. ചില ആളുകൾ ഒഴിച്ച് ബാക്കി പലരും അങ്ങനെ ചെയ്തു. ഹെരോദാവിനെ പോലെ ഉള്ളവരെ ഒഴിച്ചാൽ ബാക്കിയുള്ളവർ പലരും കർത്താവിനെ കണ്ടവർ യഥാർത്ഥത്തിൽ വിശ്വാസത്തിലേക്ക് വരുവാനായിട്ട് ഇടവന്നായിട്ട് ഞാൻ ബൈബിളിൽ കാണുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവെ ചില ആളുകളെ ഇന്ന് ഹൃദയത്തിലെ കർത്താവെ നിരൂപണങ്ങളിലെ കെട്ടപ്പെട്ടിരിക്കുമ്പോൾ ഞങ്ങളത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ചിന്താ മണ്ഡലങ്ങളെ ഉയരത്തിലുള്ളത് അന്വേഷിക്കുവാനായിട്ട് കർത്താവെ നീ കൃപ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരമായിട്ടുള്ള ഞെരുക്കങ്ങൾ കൂടി കടന്നു പോകുന്നവരെ ഇത് ശ്രദ്ധിക്കുന്നു. ഫൈനാൻഷ്യലായിട്ടുള്ള ഞെരുക്കങ്ങളിൽ കർത്താവെ ഒരു റിലീസ് നീ കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പലതരമായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രയാസങ്ങൾ കൂടി കടന്നു പോകുന്നവരെ യേശുവിലേക്ക് നിങ്ങളൊന്ന് നോക്കുമോ? ദൈവത്തിലേക്ക് നോക്കുന്നവർ ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. ദൈവം അവരെ വിടുവിക്കും. ചില സ്ഥലങ്ങൾ വിൽക്കാനായിട്ട് വെയിറ്റ് ചെയ്ത് അനേകം നാളുകളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ അറിയാത്ത വഴികളിൽ നിന്ന് നിങ്ങളുടെ ബയേഴ്സ് വരികയും ആ സ്ഥലം കച്ചവടമാകുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. നിങ്ങളൊന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമോ? നിങ്ങളുടെ ഭവനത്തിലെ ചില കാര്യങ്ങൾ നേരെയാക്കാനായിട്ടുണ്ട്. ദൈവത്തെ അന്വേഷിക്കാത്തവർ ഇന്നും ആ ഭവനത്തിലുണ്ട്. നിങ്ങളെല്ലാവരും കൂടെ മുട്ടുമേൽ നിന്നൊന്ന് പ്രാർത്ഥിക്കുമോ? ഭവനത്തിൽ ഒരാൾ മാത്രം ദൈവത്തെ അറിയാതെ ബാക്കിയുള്ളവരെല്ലാം കൂടി മുട്ടുമേൽ നിന്ന് ആ വിഷയത്തെ കൊടുത്തൊന്ന് പ്രാർത്ഥിക്കുമോ? ഇന്ന് നിങ്ങൾക്ക് വലിയ റിലീസ് വന്നു ചേരും. യേശുവിൻ്റെ നാമത്തിൽ അത് വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹാർട്ടിൻ്റെ വാൽവുമായിട്ട് പ്രയാസപ്പെടുകയും ട്രീറ്റ് ചെയ്യാനായിട്ട് പൈസ ഇല്ലാതെ ഇരിക്കുകയും ചെയ്യുന്ന ചില വ്യക്തികൾ ഇത് കാണുകയും ശ്രദ്ധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ നാമത്തിലെ വലിയ റിലീസ് അവരുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുകിൽ ദൈവം പണം എത്തിച്ചു തരും, അല്ലെങ്കിൽ ദൈവം വലിയൊരു മിറക്കിൾ നടത്തിയ ആ അസുഖം എന്നേക്കുമായിട്ട് മാറ്റിത്തരും. ആ ദൈവത്തിൻ്റെ പദ്ധതിയുള്ളതാണ്. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ ദൈവത്തോട്? ഇന്ന് വലിയൊരു റിലീസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തരുന്നു. കർത്താവിനെ കാണേണ്ട പോലൊന്ന് കാണുവാൻ, കുടുംബമായിട്ട് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിക്കപ്പെടുവാൻ നിങ്ങളുടെ ജീവിതങ്ങളെ ഒന്ന് വിട്ടുകൊടുക്കും. കർത്താവെ എന്നോട് കൂടി ചേർന്ന് പ്രാർത്ഥിച്ചവരെ നീ വിടുവിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. മാരേജ് നടക്കാതെ അനേകം നാളുകളായിട്ട് പ്രാർത്ഥിക്കുന്ന ചില വ്യക്തികൾ, മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നു. അറിയാത്ത വഴിയിൽ നിന്ന് ആ പെൺകുട്ടിക്ക് ഒരു വരനെ ദൈവം ഒരുക്കുന്നു. അവിടെ മനസ്സ് മാറുന്നില്ല, ഇപ്പോഴും കല്യാണം വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുമോ? ഇന്ന് ദൈവം വലിയൊരു വിടുതലയക്കും. അവൾക്ക് മനസ്സ് മാറുക മാത്രമല്ല, ഒരു നിങ്ങൾക്കിഷ്ടപ്പെട്ട ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു പൈതൽ നിങ്ങളുടെ ഭവനത്തിൽ മകനായി വന്നു ചേരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിച്ച 4 വർഷങ്ങളായിട്ട് 5 വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ദൈവം ഇന്ന് ഉത്തരം തരുന്നു. വലിയൊരു റിലീസ് തരുന്നു. ദൈവത്തിൽ നിന്ന് സമർപ്പിക്കുന്നു. കർത്താവേ എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചവരെല്ലാം അനുഗ്രഹിക്കണം. വലിയൊരു വിടുതൽ അവരുടെ ജീവിതത്തിൽ കൊടുക്കണം. നിരാശയിൽ നിന്നുള്ള വലിയ വിടുതൽ കൊടുക്കണം. കർത്താവെ പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസത്തിലുള്ള മീറ്റിങ്ങിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് നമ്പർ അയച്ചു തന്നാൽ ആ ഗ്രൂപ്പിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് പ്രെയർ റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടുക. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.